അപ്പം നമുക്കിന്ന് പരിപ്പും കുമ്പളങ്ങയും വെച്ചാലോ. അപ്പോൾ അതിന് വേണ്ടി കുമ്പളങ്ങ ഇതുപോലെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. കൂടെ പച്ചമുളകും കുറച്ച് മഞ്ഞൾപ്പൊടിയും മുളക് പൊടി ഇട്ടിട്ടുണ്ട്. കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ. വെന്ത് വരുമ്പോഴേക്കും നമുക്ക് ഇതിൻ്റെ അരപ്പ് തയ്യാറാക്കാം. ഒരു 3 അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്, കുറച്ച് ജീരകം, കുറച്ച് തേങ്ങ, നാളികേരം എടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ട് വെണ്ണ പോലെ മിക്സിയിൽ അരച്ചെടുക്കാം കേട്ടോ നമുക്കിത്. അപ്പോഴേക്കും നമ്മുടെ കുമ്പളങ്ങ വെന്ത് വന്നിട്ടുണ്ട്. നമ്മൾ വേവിച്ച് വെച്ച പരിപ്പാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം കേട്ടോ. മുമ്പ് വേവിച്ചിട്ടില്ലെങ്കിൽ രണ്ടും കൂടി ഒരുമിച്ച് വേവിച്ചാലും മതി. അപ്പോൾ നമ്മളിപ്പോൾ ചേർത്തത് പരിപ്പാണ്. നന്നായി വേവിച്ച് വെച്ച പരിപ്പ് അതിലേക്ക് ചേർത്ത് നന്നായിട്ടൊന്ന് തിളച്ച് വരണം ഇനി. അപ്പോൾ നമുക്കിനി ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. പിന്നെ നമ്മുടെ അരപ്പുണ്ടല്ലോ, അത് അതിലേക്ക് ചേർത്ത് ഒന്ന് തിള വരുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്യുക. ഉപ്പ് പിഴാട്ട ചേർത്ത് ആദ്യം ചേർക്കാൻ മറന്നുപോയി. പിന്നെ ലാസ്റ്റ് നമ്മുടെ കടുക് താളിച്ച കറി തയ്യാറ്.